ഞാനറിയാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ. അത്ഭുതം. എനിക്കത് അത്ഭുതമായിട്ട് തോന്നിയിട്ടോ. ഞാൻ കാണാതെ എന്നെ കാണാറുണ്ടായിരുന്നു പോലും, എന്നെ ഭയങ്കര ഇഷ്ടമാണ് പോലും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നോടൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പായിട്ട് വീടിൻ്റെ അടുത്ത് ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കണ്ണൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാമെന്ന്. പ്രാർത്ഥന എന്ന് പറയുമ്പം വലിയ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. കണ്ണൻ്റെ നടയിലെത്തിയിട്ട് കണ്ണാ എന്നൊരു ഉറക്ക വിളിച്ചാൽ അത് മതി. അതിലുണ്ടാവും നമ്മുടെ പരിഭവങ്ങളും പരാതികളും എല്ലാ വിഷമങ്ങളും ആ ഒരൊറ്റ കണ്ണാ എന്നുള്ള വിളിയോടുകൂടെ കണ്ണനങ്ങ് മനസ്സിലാവും. പിന്നെ അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പലത്തിൻ്റെ പരിസരത്തിലോ അല്ലെ അമ്പലത്തിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് മുടിയുടെ അറ്റം കെട്ടിവെക്കണം എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടും മുടിയുടെ അറ്റമൊക്കെ കെട്ടി വെച്ചിട്ടാട്ടോ ഇന്ന് അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് പോയത്. പിന്നെ കാത്തിരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഭണ്ഡാരത്തിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് അരുൺ എടുത്ത് തരികയാണ്. അപ്പോൾ അതും ഇട്ടതിന് ശേഷം നല്ല മനസ്സമാധാനത്തോടുകൂടെ ഞങ്ങളിങ്ങ് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് അരുൺ എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി തരികയാണ്. ഞാൻ ബസ്സിനാണ് പോകുന്നത്. കാറെടുക്കാത്തത് വേറൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാലിനൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് അധികമാക്കി വാഹനം അങ്ങനെ ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പിന്നെ അരുണിൻ്റെ കമ്പനിക്കാരവിടെ ഉള്ളത് കൊണ്ട് വാഹനത്തിൻ്റെ ആവശ്യമില്ല. അതും കഴിഞ്ഞ് ഞാൻ ഉള്ളിയിരുന്ന് നേരെ ബസ് കയറിയിട്ടോ. കുറ്റ്യാടി പോകണം ആളെ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബസ് കയറി എനിക്ക് എവിടെയും സീറ്റ് കിട്ടാതിരുന്നപ്പം ബോണറ്റിൻ്റെ മുകളിൽ കയറി ഇരുന്നതാണ്. എന്താ പറയുക, ആരായിരിക്കും എന്നുള്ളൊരു ഒരു ഇതില്ലേ, ഒരാകാംക്ഷ അതുണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ ഇടവഴികളിലൂടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോകുന്ന പോക്കിനെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടിട്ട് പോകണം. ഞാൻ പറഞ്ഞില്ല, വയ്യാത്ത ഫ്രണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. പിഷാരടി കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ മാത്രം ഹോസ്പിറ്റലിലേക്ക് പാർട്ടി വെയർ റൂട്ട് പോകുന്നേ. ആ ക്രെഡിറ്റ് ഇനി ആരും തട്ടിയെടുക്കാൻ നിൽക്കണ്ട. പിഷാരടി കഴിഞ്ഞാൽ ഞാനാണത്. ഇവിടെ എവിടെയാ ഹോസ്പിറ്റലിൽ നിന്നറിയില്ല. അവർ പറഞ്ഞ് ഇതിൽ വന്നാൽ മതിയെന്ന്. എവിടെയോ അൾട്രാസൗണ്ട് സ്കാനിങ്. മോളെ ഹോസ്പിറ്റൽ എവിടെയാ? അവിടേക്കാണോടെ? എന്നെ കണ്ടിട്ടാരും ചിരിക്കൂലായിരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ചിരിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം, ഒഴുകട്ടെ. അങ്ങനെ ഫ്രണ്ടിനെയും കണ്ടു. തിരിച്ച് ഞങ്ങൾ പോരുക കേട്ടോ. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടേ, അറിയാലോ, ഇഞ്ചക്ഷൻ മാറി കുത്തിപ്പോയതിൻ്റെ. അതുകൊണ്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ വ്യക്തിയുടെ കൈയാണ് ഇന്നെനിക്ക് താങ്ങായിട്ട് കിട്ടിയത്. ആ ഒരു താങ്ങലും കൊണ്ടാട്ടോ ഞാൻ നടന്നു പോയത്. കാരണം കാല് വല്ലാണ്ടങ്ങ് വീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആൾ എനിക്ക് കൈ തന്നതാ. അങ്ങനെ ഞാൻ കാണാൻ വന്ന ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിയെന്ന് വെച്ചാൽ ആളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി, എന്നെ തിരുത്താൻ വരണ്ട, ഒരു പുഴ ഉണ്ട്. ആ ഒരു പുഴയോരത്താണ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇവിടുത്തെ സീനറി ഒന്ന് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ആളെ കാണിച്ചു തരാം കേട്ടോ. സീനറി എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം.
അവിടേക്ക് ആരോ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് സ്ഥലം. അപ്പൊ ആളിതാണ്, ആൾക്ക് ക്യാമറന്റെ മുമ്പിലേക്ക് വരണ്ടാന്ന്. ക്യാമറന്റെ മുമ്പിലേക്ക് വരുന്നോണ്ടൊന്നുമല്ല, നിങ്ങളൊക്കെ ഇടുന്ന നല്ല നല്ല കമന്റുകൾ പേടിച്ചിട്ട് ആൾക്ക് പുറത്തേക്ക് വരണ്ട എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഒരുപാട് കാലമായി കാണാൻ ആഗ്രഹിച്ച്, എന്നെ കാണാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. നാട്ടുകാരൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനും ഒന്ന് ഇന്നാണ് ഫ്രീ ആയത്, ആളും ഒന്ന് ഇന്നാണ് ഫ്രീ ആയത്. അപ്പോൾ വിചാരിച്ചു ഒന്ന് മീറ്റ് ചെയ്യാണ്. എനിക്ക് ആളെ ഫേസ് നിങ്ങളെ മുമ്പിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു. എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൂടി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ആർക്കും ഒരു ഇത് വേണ്ടല്ലോ. അപ്പൊ പിന്നെ ആളുണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയത്. ഇനി പറയേണ്ടത് അരുണാണ്. അരുണല്ല. കൈയൊന്ന് പൊന്തിച്ചോട്ട, ഒരു കൈയും അല്ല, ഒരു ടാറ്റൂ ഇല്ല. പിന്നെ അതുകൊണ്ട് അരുണാണ് പറയണ്ട. ഈ ബോഡി അതിന് മേലിട്ടുണ്ട് എന്ന് ആരും പറയണ്ടേ. ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് അരുണാണെന്ന് പറയണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ആളുടെ പേരും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. ആ കളർ ഷർട്ട് തന്നെ ഇട്ടിട്ട് എന്നെ കാണാൻ വരികയും ചെയ്തു. അതിനേക്കാട്ടും വലിയ സന്തോഷമായി. അപ്പൊ ഇത്രയും നല്ല മനോഹരമായ സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് കണ്ടുമുട്ടാൻ പറ്റി. എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പൊട്ടിക്കണ്ട, വീട്ടിലെത്തിയിട്ട് പൊട്ടിച്ചാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ച് തന്നതാണ്. അത് വിലമതിക്കാൻ പറ്റാത്തൊരു സാധനം. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞാൻ കാണാൻ വന്ന ആള് ഞാൻ കണ്ടു. ഇനി കുറച്ച് റീലൊക്കെ എടുക്കണം, എന്നിട്ട് വേണം നേരെ വീട്ടിലോട്ട്. അപ്പൊ നെഗറ്റീവ് ട്രോളികളെ വേഗം കമന്റ് ഇട്ടോളൂ. നിങ്ങൾ എന്ത് കളി കളിച്ചിട്ടും ഈ മുഖം തിരിയൂല, അത് ഉറപ്പാ. അപ്പൊ എല്ലാരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ. ഒരു ടാറ്റ പറഞ്ഞേ. ടാറ്റ.